എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈവനിങ് ചായയുടെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ എഗ്ഗ് വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 5 കോഴിമുട്ട ഇതുപോലെ നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു മുട്ട നമുക്കിനി രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ മുട്ടയെല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു 3/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ജീരകം കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുക. അതുപോലെ തന്നെ 4 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ ചെറിയതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മൾ ഈ ഒരു സവാളയിൽ നിന്ന് വഴറ്റിയിട്ട് എടുക്കുക. ഓവറായിട്ട് അങ്ങ് വഴണ്ടി പോകണ്ട. ഇതുപോലെ അത്യാവശ്യം ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് 2 പച്ചമുളകാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് മീറ്റ് മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 3/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയൊക്കെ ലാസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമുക്കൊരു 3/4 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് ഇളക്കിയിട്ട് എടുക്കുക. പൊടികളുടെ ഒരു പച്ചച്ചുവ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് 1 കപ്പ് അളവിൽ ഫ്രോസൺ ഗ്രീൻ പീസ് ഞാൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഡ്രൈഡ് ഗ്രീൻ പീസ് വേണമെങ്കിലും വെള്ളത്തിൽ കുതിർത്തി നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് മീഡിയം വലിപ്പമുള്ള തക്കാളി അതിന്റെ ഒരു വെള്ളവും കുരുവും എല്ലാം കളഞ്ഞതിന് ശേഷം ആ ഒരു കട്ടിയുള്ള ഭാഗം മാത്രം ഇതുപോലെ നമ്മൾ ചെറിയതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. വെള്ളവും കുരുവും കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇത് നമ്മളൊന്ന് ഇളക്കിയിട്ട് എടുക്കുക കേട്ടോ. കാരണം ഒരു ഗ്രീൻ പീസിൽ നന്നായിട്ട് ഒരു മസാലയൊക്കെ പിടിക്കണം. അതുപോലെ തന്നെ തക്കാളി അത്യാവശ്യം നന്നായിട്ട് നമുക്കൊന്ന് കുക്കായി കിട്ടണം. അപ്പോൾ ഇതുപോലെ കുറച്ച് സമയം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ. ആ ഒരു ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂണും കൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ തന്നെ ഒരു മസാല ഒരു തക്കാളിയിലും ഗ്രീൻ പീസിലൊക്കെ ഒന്ന് പിടിക്കണം. ആ ഒരു സമയം വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇതുപോലെ ഈ ഒരു സമയത്ത് ഇതിന്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ഞാൻ ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി ആ ഒരു മസാലയൊക്കെ ഒരു ഗ്രീൻ പീസിലും ഒക്കെ നന്നായി പിടിച്ചതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് 250 ml ഈ ഒരു കപ്പിൽ കറക്റ്റ് 3 കപ്പ് അളവിൽ ഞാൻ മൈദ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതുപോലെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ അളവിൽ ഇതുപോലെ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ടോ നെയ്യ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ടീസ്പൂൺ അളവിൽ ഇതുപോലെ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ്. ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഇതുപോലെ നമുക്ക് പൊടിയിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾ കുറച്ച് വലിപ്പമുള്ള ഒരു ഡ്രൈഡ് ഈസ്റ്റാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ ഡയറക്റ്റ് ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. കുറച്ച് ചെറു ചൂടുള്ള പാലിലോ ചെറു ചൂടുള്ള വെള്ളത്തിലോ ആ ഒരു ഡ്രൈഡ് ഈസ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ടൊരു 10 മിനിറ്റ് അടച്ച് വെച്ച് ആ ഒരു ഈസ്റ്റ് നന്നായി പൊങ്ങി വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് നമ്മളത് ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമ്മളിത് കുഴച്ചിട്ടെടുക്കുന്നത് ഇളം ചൂടുള്ള പാലിലാണ് കേട്ടോ. ഇളം ചൂടുള്ള വെള്ളത്തിൽ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് പാലിൽ തന്നെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് ആക്കി ഒരു മാവൊന്ന് കുഴച്ചിട്ടെടുക്കുകയാണ്. കുഴച്ചെടുത്തതിന് ശേഷം ഞാൻ പറയാം കേട്ടോ എനിക്ക് എത്രത്തോളം പാൽ ആവശ്യമായിട്ട് വന്നെന്ന്. ഇതുപോലെ കുഴക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കൈ വീണ്ടും ഒന്ന് കഴുകി കുറച്ച് ഓയിൽ ഇതുപോലെ ആക്കിയിട്ട് കുഴക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ കുഴച്ചിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടില്ല ഇതുപോലെ നല്ല സോഫ്റ്റ് ആക്കി ഞാൻ ഈ ഒരു മാവൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിൽ കറക്റ്റ് 1 കപ്പ് ഇളം ചൂടുള്ള പാലാണ് എടുത്തത്. ആ 1 കപ്പും 1/2 ടേബിൾ സ്പൂണും കൂടി പാലാണ് കേട്ടോ എനിക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് കവർ ചെയ്ത് ഒരു 2 മണിക്കൂറോളം എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോഴത്തേക്കും ഈ ഒരു മാവ് നല്ല ഡബിളായിട്ട് നമുക്കൊന്ന് പൊങ്ങിക്കിട്ടും. നല്ല ചൂടുള്ള സ്ഥലങ്ങളാണെങ്കിൽ 1-1.5 മണിക്കൂർ കൊണ്ടൊക്കെ പൊങ്ങി വരും. ഇനി അഥവാ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ കുറച്ചധികം സമയം കൂടുതൽ വന്നെന്ന് ഇരിക്കും. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ എനിക്കിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1.5 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും ഈ ഒരു മാവ് നല്ല ഡബിളായിട്ട് ഇവിടെ നിന്ന് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാവ് ഇതുപോലെ എടുത്തിട്ട് ആദ്യം 2ആയിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം ഇതുപോലെ കൈവച്ചിട്ടൊന്ന് നീളത്തിലാക്കിയിട്ട് ഒരു മാവ് 4ആയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഓരോ മാവ് എടുത്ത് ഉരുട്ടി നമുക്കൊന്ന് വെച്ച് കൊടുക്കാം.
അപ്പോൾ ഇങ്ങനെ എല്ലാ മാവും ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ആദ്യം ഒരു മാവ് പരത്താൻ വേണ്ടിയിട്ട് എടുക്കുക. ഇനി ഒരു മാവ് നമ്മൾ പരത്താൻ എടുത്തതിന് ശേഷം ബാക്കി മാവ് നമ്മൾ അടച്ച് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ ഒരു മാവിരുന്നങ്ങ് ഉണങ്ങിപ്പോകും. ഇനി ഒരു ചപ്പാത്തി പലകയിലേക്ക് കുറച്ച് പൊടിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയിട്ട് എടുക്കാം. തീരെ അങ്ങ് കട്ടി കുറഞ്ഞ് പരത്തരുത്, ചെറിയൊരു കട്ടിയോട് കൂടിയിട്ട് തന്നെ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു റൗണ്ട് അടപ്പ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഫില്ലിംഗ് ഇല്ലേ, അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഒക്കെ വെച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ ഒരു മുട്ടയൊന്ന് വെച്ച് കൊടുക്കാം. ഈ ഒരു ഫില്ലിങ്ങും ആ ഒരു മുട്ടയൊക്കെ വെച്ച് കൊടുക്കാനുള്ള ഒരു വലിപ്പം ഉണ്ടായിരിക്കണം കേട്ടോ നമ്മളിത് പരത്തി കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഈ ഒരു മാവിന്. അതിനുശേഷം ഈ ഒരു അറ്റം എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ടൈറ്റ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ഡിസൈൻ പോലെയും കിട്ടും. അപ്പോൾ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഞാനൊന്ന് ടൈറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം തന്നെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഇതുപോലെ ഞാൻ എല്ലാം തന്നെ ഇവിടെ നിന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഓവനിൽ വെച്ചും അതുപോലെ തന്നെ ഓവൻ ഇല്ലാതെ ഗ്യാസ് അടുപ്പിൽ വെച്ചും ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓവൻ ഇല്ലാതെ ഗ്യാസ് അടുപ്പിൽ വെച്ച് ചെയ്യാനാണെങ്കിൽ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 എണ്ണമാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഓവനിൽ വെക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇതുപോലെ ഓവൻ്റെ ട്രേയിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനിത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 9 സ്നാക്സ് ആണ് കേട്ടോ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത്. 8 മാവാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തതെങ്കിലും നമ്മളൊരു മാവ് പരത്തിയതിന് ശേഷം കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്താലും മിച്ചം വന്ന മാവ് കൊണ്ട് ഒരെണ്ണം കൊണ്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 9 എണ്ണമാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ ഇത് ബേക്കായി വരുന്ന സമയത്ത് ഒരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മുട്ട നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുട്ട ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെളുത്ത എള്ളി ഇതുപോലെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ ഒരു മുട്ട നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊരു വെളുത്ത എള്ളൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ആദ്യം ഞാൻ ഇതുപോലെ ഓവനിൽ വെക്കാൻ വേണ്ടിയിട്ട് ഓവന് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഓവനാണ്. 180 ഡിഗ്രിയിൽ തന്നെ ഏകദേശം ഒരു 20-25 മിനിറ്റ് നമ്മളിത് ബേക്ക് ചെയ്തിട്ട് എടുക്കുമ്പോഴത്തേക്കും ഓവനിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഫംഗ്ഷൻ വെച്ച് കൊടുക്കേണ്ടത് മുകളിലത്തെയും താഴത്തെയും കോയിൽ ചൂടാകുന്ന ഒരു രീതിയിലാണ്. ഇനി ഓവൻ ഇല്ലാതെ ഗ്യാസ് അടുപ്പിൽ വെച്ച് ചെയ്യാനാണെങ്കിൽ നല്ല അടി കട്ടിയുള്ളൊരു നോൺ സ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ ഒരു അലുമിനിയത്തിൻ്റെയോ പാത്രം എടുക്കാം. നല്ല അടി കട്ടിയുള്ളത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുത്ത് ഇതുപോലെ മൂടി വെച്ച് അടച്ച് വെച്ച് കൊടുത്ത് തീ നന്നായി കുറച്ച് വെച്ച് കൊടുത്തൊരു 10 മിനിറ്റ് നമ്മളൊന്ന് പ്രീ ഹീറ്റ് ചെയ്യുക. ഇത് കണ്ടില്ലേ, ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു ഗ്ലാസ് ടൈപ്പ് ഈ ഒരു മൂടിയിൽ ചെറിയൊരു ഹോളുണ്ട്. ആ ഒരു ഹോളിൽ ഞാനൊരു അലുമിനിയം ഫോയിൽ വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒട്ടും തന്നെ ആവി പുറത്തേക്ക് പോകരുത്. അപ്പോൾ ഇതുപോലെ പ്രീ ഹീറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് നമുക്കിത് ഇറക്കി വെച്ച് കൊടുക്കാം. വീണ്ടും അടച്ചു വെച്ച് കൊടുത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിന് ഇടയ്ക്ക് വെച്ച് കൊടുത്ത് ഏകദേശം ഒരു 15-20 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 20 മിനിറ്റ് ആയപ്പോഴത്തേക്കുമാണ് ഇത് തുറന്ന് നോക്കിയിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് മറിച്ച് വിട്ട് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ മറിച്ച് വിട്ട് കൊടുത്തിട്ട് ഒരു 7-8 മിനിറ്റും കൂടി നമ്മളൊന്ന് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോഴത്തേക്കും നമ്മൾ ഇതുപോലെ ഗ്യാസ് അടുപ്പിൽ വെച്ചത് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിപ്പോൾ ഇവിടെ ഒരു ഗ്യാസ് അടുപ്പിൽ വെച്ചത് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഓവനിൽ ബേക്ക് ചെയ്തതാണ്. കറക്റ്റ് 180 ഡിഗ്രിയിൽ ഒരു 25 മിനിറ്റ് ആയപ്പോഴത്തേക്കും ഓവനിൽ എനിക്കിവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നല്ലൊരു ഗ്ലേസിങ് പോലെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ വേണമെങ്കിൽ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് സ്റ്റഫ്ഡ് ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാനൊന്ന് കട്ട് ചെയ്തും കൊണ്ടൊന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ ഓവനിൽ വെച്ചതാണ്. ഇത് കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഓവനിൽ വെച്ചത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഗ്യാസ് അടുപ്പിൽ വെച്ച് ചെയ്തതാണ് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരുന്നു. ഇതും ഇവിടെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂട് ചായയുടെയൊക്കെ കൂടെ ഇതുപോലെ ടൊമാറ്റോ കൊച്ചിപ്പിലൊക്കെ മുക്കി കഴിക്കാൻ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്നറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.